ഹായ് ഹലോ. നമ്മൾ കഴിഞ്ഞ ദിവസമേ ബിബി ചാച്ചൻ്റെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് കുക്കുംബറിൻ്റെ വിത്തുകൾ തന്നിരുന്നേ. അപ്പോൾ രാത്രി തന്നെ കുഞ്ഞുട്ടൻ അതിനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വെച്ചു. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ ബിബി ചാച്ചൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ഇട്ട് വെച്ചു കേട്ടോ. രാവിലെ ആയപ്പോൾ അവന് സ്കൂളിൽ പോകാൻ തിരക്കുള്ളതുകൊണ്ട് അവൻ മറന്നുപോയി. ഞാനതിനെ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് അരിച്ച് ഒരു തുണിയിലേക്ക് ആക്കി ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ആക്കിയിട്ട് അതിനെ കെട്ടി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. നോക്കിയേ കുതിർന്നപ്പോൾ ഇങ്ങനെയാണ് വിത്തിരിക്കുന്നത്. കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. നമ്മൾ ആ കോട്ടൺ ക്ലോത്തിലാക്കിയിട്ട് ഒരു തുണി കൊണ്ട് കഷ്ണം കൊണ്ട് തന്നെ കെട്ടി നന്നായിട്ട് വെച്ചു. പിറ്റേ ദിവസമായപ്പോഴേക്കും ചെറുതായിട്ടതിന് ഈവനിങ് ആയപ്പോഴത്തേനും ചെറുതായിട്ടതിന് മുള വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആവേണ്ടി വന്നില്ല കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേനും ചെറുതായി മുള വന്നിരുന്നു. നമ്മളത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു വാരമൊക്കെ ഉണ്ടാക്കുകയാണ്. ഒരു കുഴി നീളത്തിലുള്ളൊരു കുഴി ഉണ്ടാക്കുകയാണ്. നീളത്തിൽ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ കരിയിലകൾ കൊണ്ടിട്ടു. പിന്നെ ചാണപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചാണപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടു. അപ്പോഴേക്കും നമുക്ക് സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറേ മണ്ണൊക്കെ ഇട്ടിട്ട് വിത്ത് വെച്ചു കേട്ടോ. വിത്ത് കുഴിച്ച് വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേന് ചെറുതായിട്ട് അതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചിലതിൻ്റെ അതങ്ങനെ വെട്ടിയിട്ടിരിക്കണം. ചീവിടോ മറ്റോ ഏതോ ജീവി വന്നിട്ട് കുറച്ച് തൈകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചെണ്ണമൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കുതിരാൻ വെച്ചതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ മുളച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചിവിട് വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ഒരു ഓലയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. പിന്നെ കോഴിയുണ്ട് നമ്മുടെ വീട്ടിൽ. അത് കുഞ്ഞി തൈയായിരിക്കുമ്പോൾ ചിലപ്പോൾ കോഴികളായിട്ട് വന്നിട്ട് അത് നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മളത് അങ്ങനെ മുകളിൽ ഓലയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ മത്തൻ ചെടി ഉള്ളത്. മത്തൻ ചെടി ഇങ്ങനെ അവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്